പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് ടിനു ജോസ്. ഞാൻ വയനാട് മുള്ളംകൊല്ലി ഇടവകയിൽ നിന്നും വരുന്നു. ആദ്യമേ തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് അമ്മയെ മഹത്വപ്പെടുത്താനായി ഭാഗ്യം തന്നതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. 2022 സെപ്റ്റംബർ 30 ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനും ഒരുപാട് നാളുകൾക്ക് മുമ്പേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ വിശ്വാസമില്ലായിരുന്നതുകൊണ്ട് ഒരിക്കൽ പോലും കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം ആദ്യം ഞാൻ PG പാസ് ഔട്ടായി കാനഡയിലേക്ക് പോകാനായി ആഗ്രഹിച്ച് IELTS കോച്ചിങ്ങിന് ചേർന്നു. മെയ് മാസത്തിൽ IELTSന് ഡേറ്റ് എടുത്തു. എക്സാമിൻ്റെ സമയത്ത് റീഡിങ് എനിക്ക് ഒത്തിരി ടഫായിരുന്നു. എൻ്റെ മമ്മി കൃപാസനത്തിൽ മാതാവിൽ ഒരുപാട് വിശ്വസിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും പല കാരണങ്ങളാൽ ഇവിടെ വരാനായി സാധിച്ചിരുന്നില്ല. എങ്കിലും മമ്മി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ IELTS എക്സാം നടക്കുന്ന സമയത്തും മമ്മി അൾത്താരയുടെ മുന്നിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. റീഡിങ്ങിന് അവസാനത്തെ 10 മിനിറ്റ് ഉള്ളപ്പോൾ എനിക്ക് 10 ക്വസ്റ്റ്യൻസ് ബാക്കി അറ്റൻഡ് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ ചെയ്യാനുള്ള സമയമില്ല. ഞാൻ മാതാവിനോട് എത്രയും ദയുള്ള മാതാവെ ചൊല്ലി, മാതാവേ നീ എനിക്ക് ആൻസേഴ്സ് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ആ 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞിറങ്ങുമ്പോഴേ എനിക്കറിയാമായിരുന്നു എൻ്റെ ഈശോ എനിക്ക് തന്നില്ല എങ്കിൽ ഈ എക്സാം ഞാൻ പാസ്സാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ആ 10 ക്വസ്റ്റ്യൻ തെറ്റിയാൽ എനിക്ക് IELTS പാസ്സാവില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും ഈശോയോട് ഒരുപാട് പ്രാർത്ഥിച്ചു. മമ്മി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും പ്രാർത്ഥിച്ചിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടുകൂടി ഞാൻ IELTS പാസ്സായി. അങ്ങനെ ജൂണിൽ ഞാൻ കാനഡയിലേക്കുള്ള കോഴ്സിനായി അപ്ലൈ ചെയ്തു. ആ മാസം തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നതിനാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും മമ്മിക്ക് സാധിച്ചില്ല. അപ്പോഴും ഉടമ്പടിയിൽ വിശ്വാസമില്ലായിരുന്നുകൊണ്ട് ഞാൻ മമ്മിക്ക് ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് എനിക്കൊരു സങ്കടമോ ഒന്നും തോന്നിയിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ജൂലൈ ആയി, ഓഗസ്റ്റ് ആയി, സെപ്റ്റംബർ ആയി. എല്ലാവർക്കും മാക്സിമം 1 മാസം കൊണ്ട് വരുന്ന ഓഫർ ലെറ്റർ എനിക്ക് 3.5 മാസമായിട്ടും വരുന്നില്ല. ഞാൻ നിരാശയിലേക്ക് വീഴാൻ തുടങ്ങി. എല്ലാവരും എന്നോട് കാനഡയിലേക്ക് പോകുന്നത് എന്തായി, ഓഫർ ലെറ്റർ വന്നില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ ഫേസ് എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. പള്ളിയിൽ പോലും പോകുമ്പോൾ ആളുകൾ ഇത് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാനില്ലാതായി ആകെ ബുദ്ധിമുട്ടിലായി. അപ്പോഴൊക്കെ എന്നെ ഈ കൃപാസനത്തിലേക്ക് ആരോ വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. എനിക്ക് ഇവിടെ വരാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കായി എന്നെ ആരോ ഇങ്ങോട്ട് വിളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ എവിടെ തിരിഞ്ഞാലും കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ കൃപാസനം എന്ന പേരും കൃപാസനത്തിൻ്റെ പത്രവും കൃപാസനത്തിൽ പോകുന്ന ബസ്സും ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഞാനിവിടെ വരാനായി തീരുമാനിച്ചു. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുത്തുവേദന വരുമായിരുന്നു. മാസത്തിൽ ഒരിക്കൽ എന്ന വണ്ണം കഴുത്തുളുക്കുക, അത് പിന്നീട് ഫിസിയോതെറാപ്പി ചെയ്യുക, അങ്ങനെ വല്ലാത്ത വേദനയിലും കാര്യങ്ങളിലുമൊക്കെ ആയിരുന്നു. ഞാനിവിടെ ഉടമ്പടിയെടുക്കാൻ വരാനായി തീരുമാനിച്ചപ്പോഴും എൻ്റെ കഴുത്ത് ഉളുക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ ഞാനിവിടെ വരാനായി തീരുമാനിച്ച അന്ന് ആ ഉളുക്കിയ വേദന പൂർണ്ണമായി മാറുകയും പിന്നീട് ഇതുവരെ 3 മാസമായി എനിക്ക് ആ വേദന ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ 12 മണിക്കൂറൊക്കെ നീളുന്ന യാത്രകൾ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്തിട്ടും ഒരുപാട് പണികൾ ചെയ്തിട്ടും ഒക്കെയും എനിക്ക് ആ വേദന പിന്നീട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ മാതാവ് എനിക്ക് ആ അസുഖം പൂർണ്ണമായി മാറ്റിത്തന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഞാനിവിടെ കേൾക്കുന്നത് ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് ഒരു ചേച്ചി കാനഡയ്ക്ക് പോകാനായി അപ്ലൈ ചെയ്ത് ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് 4 പേർക്ക് ഒന്നിച്ച് വിസ വന്ന ഒരു സാക്ഷ്യമായിരുന്നു ഞാൻ കേട്ടിരുന്നത്. അപ്പം ഞാനെൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഈ ചേച്ചിയെ പോലെ നിൻ്റെ നാമം മഹത്വപ്പെടുത്താനായി ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായി എനിക്കും അവസരം തരണമെന്നായിരുന്നു ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി. 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. എനിക്കിവിടെ കോട്ടയത്ത് എൻ്റെ ചേച്ചിയുടെ വീടുണ്ടായാൽ അവിടെയായിരുന്നു ഞാൻ. വീട്ടിൽ തിരിച്ചു തന്നാണ് എനിക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടുന്നത്. ഞാൻ അന്ന് ജീവിതത്തിൽ ആദ്യമായി ആദ്യ കുർബാനയ്ക്ക് കുമ്പസാരിക്കുന്ന പോലെ 10 കൽപ്പനകളും അനലൈസ് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി പോയി കരഞ്ഞ് അനുദപിച്ച് ഞാനൊരു നല്ല കുമ്പസാരം നടത്തി. ഒക്ടോബർ 6 വൈകുന്നേരത്തെ പ്രാർത്ഥനയോട് കൂടി എൻ്റെ ഉടമ്പടി തുടങ്ങി. ആ പ്രാർത്ഥന ചൊല്ലി എഴുന്നേറ്റ് ആ നിമിഷം തന്നെ എനിക്ക് എൻ്റെ ഫോണിൽ മെയിൽ വന്നു. 3.5 മാസമായി എനിക്ക് വരാതിരുന്ന ഓഫർ ലെറ്റർ എൻ്റെ മാതാവ് എനിക്ക് നൽകി. ആ നിമിഷത്തോട് ഞാൻ തിരിച്ചറിയുകയായിരുന്നു എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നതും എന്നെ കൈവെളിയിൽ കൊണ്ടു നടക്കുന്നതും. ആ നിമിഷം തൊട്ട് അന്ന് തൊട്ടും ഇന്ന് വരേക്കും മാതാവ് എന്നെ അമ്മയുടെ കൈവെളിയിലാണ് കൊണ്ടു നടന്നിരുന്നത്.
10 ദിവസങ്ങൾക്കകം എനിക്ക് 18 ലക്ഷം രൂപ ഫീസ് അടയ്ക്കണം. കയ്യിലാകെയുള്ളത് 3-4 ലക്ഷം രൂപ മാത്രം. പക്ഷേ ആരോട് ചോദിക്കും, എവിടെ നിന്നുണ്ടാക്കും എന്ന് ഒരു നിമിഷം പോലും ടെൻഷൻ എടുക്കാൻ എൻ്റെ മാതാവ് എനിക്ക് ഇടവരുത്തിയില്ല. അന്ന് തന്നെ എനിക്ക് എൻ്റെ കസിൻ ചേച്ചിയുടെയും അങ്കിളിൻ്റെയും കോൾ വന്നു. നിങ്ങൾ ഒരു കാരണവശാൽ ടെൻഷൻ അടിക്കേണ്ട, അക്കൗണ്ട് നമ്പർ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കോളുകൾ വന്നു. ഞങ്ങൾ അവരോട് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നോ ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ല എന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മാതാവ് പറഞ്ഞിട്ടെന്ന വണ്ണം അവരെ വിളിക്കുകയായിരുന്നു. അങ്ങനെ 10 ദിവസങ്ങൾ കൊണ്ട് 18 ലക്ഷം രൂപ ഫീസ് അടച്ചു. എനിക്ക് വന്നിരുന്നത് കണ്ടീഷണൽ ഓഫർ ലെറ്ററാണ്. 25 ദിവസങ്ങൾക്കകം കോളേജിൽ ട്രാൻസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യണം. യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ 2 മാസങ്ങൾ കൊണ്ടേ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടൂ എന്ന് പറഞ്ഞു. 6 ഓഫീസുകൾ 2 തവണ കയറി ഇറങ്ങേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് ട്രാൻസ്ക്രിപ്റ്റ്. ആദ്യം ഒന്ന് അപ്രൂവലിന് വേണ്ടിയും രണ്ടാമത് സൈനിന് വേണ്ടിയും. നിങ്ങൾ ആരെക്കൊണ്ട് റെക്കമെൻഡ് ചെയ്താലും അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എടുത്ത് 2 മാസം കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് വരുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് നീ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവേ, എനിക്ക് നീ 20 ദിവസം കൊണ്ട് നവംബർ 3 എന്ന ഡേറ്റിന് നീ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തരണം. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നവംബർ 3 3 രാവിലെ ആയിട്ടും എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നില്ല. ഞാൻ ഒത്തിരി വിഷമത്തിലായി. അന്ന് തന്നെ എനിക്ക് ഏജൻസിയിൽ നിന്നും കോൾ വന്നു, ഇനി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ജാനുവരി ഇൻടേക്ക് എനിക്ക് പോകാൻ സമയമില്ല, മേലേക്ക് ഡിഫർ ചെയ്യണമെന്ന് ചോദിച്ചു. ഇത് 2 കൂടി ആയപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഞാൻ മമ്മിയോട് ചോദിച്ചു എന്ത് ചെയ്യണം. മമ്മി പറഞ്ഞു, നീ മാതാവിനെ ഏൽപ്പിച്ചതല്ലേ, ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, മാതാവ് തരും. അങ്ങനെ ഞാൻ പോയിരുന്ന് ഫോണിൽ ആർക്കെങ്കിലും സാക്ഷ്യം അയക്കാമെന്ന് ഓർത്ത് ഫോൺ എടുത്തപ്പോൾ ആദ്യം കാണുന്നത് ഒരു ചേച്ചിയുടെ 2 വർഷം കൊണ്ട് ലഭിക്കേണ്ട കാനഡ PR വിസ 10 ദിവസങ്ങൾ കൊണ്ട് ലഭിച്ച ഒരു സാക്ഷ്യമാണ്. അത് കണ്ടപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. 2 വർഷം കൊണ്ട് ലഭിക്കേണ്ട വിസ 10 ദിവസം കൊണ്ട് കൊടുക്കാമെങ്കിൽ എൻ്റെ മാതാവിനെ എനിക്കും ഇത് സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടായി. അരമണിക്കൂറുകൾ കൊണ്ട് എനിക്ക് മെയിൽ വന്നു. 2 മാസം കൊണ്ട് വരുന്ന ട്രാൻസ്ക്രിപ്റ്റ് എനിക്ക് ഞാൻ ചോദിച്ച ഡേറ്റിന് 20 ദിവസം കൊണ്ട് എൻ്റെ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ വിസയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങി. ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാനും എൻ്റെ മമ്മിയും കൂടെ അനുഷ്ഠിച്ചു. ഞങ്ങൾ രോഗികളെ സന്ദർശിക്കുകയും ഹോസ്പിറ്റലുകളിൽ പോവുകയും വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും വീടിനടുത്തുള്ളൊരു സ്പെഷ്യൽ സ്കൂളിൽ പോവുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് ഉടമ്പടിയുടെ മഹത്വവും നമ്മൾ ഈ ഉടമ്പടി ചെയ്യുന്നതുകൊണ്ടുള്ള ശരിക്കും ഒരു മൂല്യവും കാര്യങ്ങളും ഒക്കെ ശരിക്കും മനസ്സിലായത്. അങ്ങനെ നവംബർ 25 കൂടി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് ജനുവരിയിലേക്ക് വിസ വരാനായിട്ട് ഒട്ടും തന്നെ സമയം ഉണ്ടായിരുന്നില്ല. കേട്ടവരെല്ലാം എന്നോട് ചോദിച്ചു, നിനക്ക് വട്ടാണോ എന്ന്. കാരണം 3-4 മാസങ്ങൾക്ക് മുമ്പ് പോലും വിസയ്ക്ക് അപ്ലൈ ചെയ്തവരുടെ വിസ ഇതുവരെയും വന്നിട്ടില്ല. ഒരു കാരണവശാലും മാനുഷ്യ സഹജമായി ചിന്തിച്ചാൽ എൻ്റെ വിസ വരികയില്ല. പക്ഷെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവിന് എനിക്ക് തരാമെങ്കിൽ ഉറപ്പായും സമയത്തിൻ്റെ മേൽ അധികാരമുള്ള എൻ്റെ മാതാവ് ഈ വിസയും എനിക്ക് നൽകുന്നു ഞാൻ അവരോടെല്ലാം പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ ഇവരോട് എല്ലാവരോടും പറഞ്ഞതാണ് നീ എൻ്റെ വിസ എനിക്ക് തരുമെന്ന്. നീ എനിക്ക് തന്നില്ല എങ്കിൽ നിൻ്റെ നാമത്തിന് കോട്ടം വരും. ഞാൻ പറഞ്ഞത് പ്രതി ആ നാമത്തിന് കോട്ടം സംഭവിക്കാനായി നീ അനുവദിക്കരുത് എന്നാണ് ഞാൻ അന്തൊട്ട് ഇന്ന് വരേക്കും പ്രാർത്ഥിച്ചത്. ഞാൻ ഒരിക്കൽ പത്രം കൊടുക്കാനായിട്ട് പോയപ്പോൾ, മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ, ഒരു ചേട്ടൻ ഞാനത് എൻ്റെ ഉപജീവന മാർഗത്തിനായി കൊടുക്കുന്നതിന് തെറ്റിദ്ധരിച്ച് ആ ചേട്ടൻ എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാം, ബസ് കാശുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഞാൻ ചേട്ടനോട് എത്ര സംസാരിച്ചിട്ടും ആ ചേട്ടന് മനസ്സിലാവുന്നില്ല ഞാനൊരു സോഷ്യൽ സർവീസായിട്ട് ചെയ്യുന്നതാണെന്ന്. ആ പത്രത്തിൻ്റെ വിലയായ 5 രൂപ കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ രൂപം കണ്ടുകൊണ്ടായിരിക്കാം ആ ചേട്ടൻ അങ്ങനെ ചോദിച്ചത്. ഒരുപക്ഷെ ഉടമ്പടിയിൽ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ നിമിഷം ആ ചേട്ടനെ തെറ്റിദ്ധരിച്ച് തോർത്ത് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതിനെ. പക്ഷേ എനിക്കപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആനന്ദം നിറയുകയാണ് ചെയ്തത്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, ഈശോയെ പ്രതി നിന്ദന സഹിക്കേണ്ടി വരുമ്പോൾ അത് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുമെന്ന്. ഞാൻ ആ ചേട്ടനോട് കുഴപ്പമില്ല ചേട്ടാ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ വന്ന് പോന്നു. അങ്ങനെ പലയിടത്തും പത്രം വിതരണങ്ങൾ ചെയ്യുമ്പോഴൊക്കെ പലരുടെയും കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മാതാവിനോട് എനിക്ക് ഡിസംബർ 7 തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7 എൻ്റെ വിസ തരണമെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം 10-12 ദിവസങ്ങൾ മാത്രമേ ഡിസംബർ 7 അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ മാക്സിമം ചെയ്തു. ഡിസംബർ 7 അന്നേ ദിവസം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ 7 എൻ്റെ വിസ വന്നില്ല. അന്നെനിക്ക് ഒത്തിരി നിരാശയുണ്ടായി. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ നീ എന്നെ പറ്റിച്ചല്ലേ. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇനി എന്ത് ചെയ്യും. മമ്മി പറഞ്ഞു, നീ വിഷമിക്കണ്ട, മാതാവിനെ ഏൽപ്പിച്ചതല്ലേ, 10 ദിവസം കൊണ്ടൊക്കെ വിസ തരാൻ നമ്മൾ വിശുദ്ധരൊന്നുമല്ലല്ലോ, നമ്മൾ പാപികളല്ലേ, നീ പ്രാർത്ഥിക്ക്, നീ ഹോപ്പ് വിടാതെ പ്രാർത്ഥിക്ക്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഡിസംബർ 8 അമരോത്ഭവ ദിനത്തിലെങ്കിലും വിസ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അന്നും വന്നില്ല.
പിന്നീട് എൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നൊരു ഡേറ്റ് 13-ാം തീയതിയാണ്, ഡിസംബർ 13. എനിക്ക് പണ്ട് തൊട്ടേ 13 എന്ന നമ്പറിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് 13 എന്ന് പറയുന്നത് മാതാവിൻ്റെ നമ്പറാണ്. അതുപോലെ ഇന്ത്യയുടെ ബാഡ് ലക്കുള്ളൊരു നമ്പറുമാണ് 13-ാം തീയതി. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 13-ാം തീയതികൾ നീ എൻ്റെ വിസ എനിക്ക് തരണം. പക്ഷേ ഞാൻ 13-ാം തീയതി വെച്ചാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞില്ല. 13-ാം തീയതി രാത്രി 10 മണിയായപ്പോൾ കിടക്കുന്നതിന് മുമ്പായി മമ്മി എന്നോട് വന്ന് പറഞ്ഞു, വിസ വരികയാണെങ്കിൽ എത്ര രാത്രിയായാലും നീ എന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഡേറ്റ് മമ്മി എങ്ങനെ അറിഞ്ഞു? മമ്മിക്ക് ഇവിടുന്ന് മനസ്സിലായി ഞാൻ 13 വെച്ച് പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് എൻ്റെ മാതാവ് എൻ്റെ വിസ തരും. അങ്ങനെ 13-ാം തീയതി ഞാൻ ചോദിച്ച ഡേറ്റിൽ രാത്രി 11 മണിക്ക് ശേഷം എൻ്റെ മാതാവ് എൻ്റെ വിസ തന്ന് എന്നെ അനുഗ്രഹിച്ചു. വെറും 20 ദിവസങ്ങൾക്കുള്ളിൽ. എന്നെ കേട്ടവരും എൻ്റെ ഏജൻസിയിലുള്ളവർക്കും എല്ലാവർക്കും അത്ഭുതമായിരുന്നു. കാരണം 3-4 മാസങ്ങൾക്ക് മുമ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക് പോലും ഇതുവരേക്കും വിസ വന്നിട്ടില്ല. മാനുഷികമായി ഒരിക്കലും അവരുടെ ഫയൽ എടുക്കാതെ എൻ്റെ ഫയൽ എടുക്കുകയില്ല. കാരണം എൻ്റെ ഫയലിൽ ഹൈലൈറ്റ് ആയി ഒന്നുമില്ല, അധികം മാർക്കോ അല്ലെങ്കിൽ ജോലി എക്സ്പീരിയൻസോ ഒന്നുമില്ല. വെറും ഒരു ബിലോ ആവറേജ് പ്രൊഫൈലായ എൻ്റെ പ്രൊഫൈൽ മാനുഷികമായി ഒരിക്കലും എടുക്കുകയില്ല. എൻ്റെ മാതാവ് കാനഡയിൽ പോയി ഇമിഗ്രേഷൻ ഓഫീസായിട്ടിരുന്ന് എൻ്റെ ഫയൽ എടുക്കണമേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മാതാവ് എൻ്റെ ഫയലെടുത്ത് എൻ്റെ വിസ എൻ്റെ മാതാവ് എനിക്ക് അപ്രൂവ് ആക്കി തന്നു. അങ്ങനെ 1000 അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നത്. അതുപോലെ തന്നെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന മറ്റൊരു നിയോഗമായിരുന്നു എൻ്റെ ചേച്ചിയുടെ കുടുംബത്തിൻ്റെ ആരോഗ്യവും സുരക്ഷയ്ക്കും വേണ്ടി. ഞാൻ ഉടമ്പടി എടുത്ത ശേഷമാണ് അവൾ കാനഡയ്ക്ക് പോകുന്നത്. അവർ കാനഡയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസം അവരുടെ ഒരു അങ്കിളുടെ കോൾ ഞങ്ങൾക്ക് വന്നു. ഏതായാലും കാനഡയ്ക്ക് പോകുകയല്ലേ, നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് തൊട്ട് തലേ ദിവസം ഇൻഷുറൻസ് എടുത്തു. പോയി അവിടെ എത്തിയ ഒരാഴ്ചകൾക്കകം ചേച്ചിയുടെ 2.5 വയസ്സുള്ള കുഞ്ഞിന് പനി വരികയും ഫിക്സ് വരികയും എമർജൻസിയിൽ കാണിക്കേണ്ടി വരികയും ചെയ്തു. അതിന് ബില്ല് വന്നത് 2.5 ലക്ഷം രൂപയാണ്. അന്ന് ആ കോൾ ഞങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആ 2.5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വന്നേനെ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ കോൾ വന്നത് എൻ്റെ മാതാവ് വഴിയാണ്. എൻ്റെ മാതാവ് ഇത് മുൻകൂട്ടി കണ്ട് എൻ്റെ മാതാവാണ് ഞങ്ങളെ വിളിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ UK കസിൻ ചേച്ചിയും ചേട്ടായും ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിരുന്നു. അവർ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ഞങ്ങളിവിടെ അവരുടെ പ്രതീകമായി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ക്ലാസ് കയ്യിൽ വെച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവർക്ക് ടെസ്റ്റ് നടക്കുന്ന അതേ സമയം പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ ഉടനെ കോൾ വന്നു. 2 പേർക്കും ടെസ്റ്റ് പാസ്സായി. ആദ്യത്തെ ചാൻസിൽ തന്നെ ടെസ്റ്റ് പാസ്സായി. ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവ് എനിക്ക് തന്നത്. എൻ്റെ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. എങ്കിലും മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി.